ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതാ നമ്മുടെ വീട്ടിലുണ്ടായ ചക്കരവള്ളി കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ അത് പുഴുങ്ങിയതാണ്. അപ്പോൾ ഇന്ന് ഈവനിങ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കായില്ലേ ചക്കരവള്ളി കിഴങ്ങ് പുഴുങ്ങിയത്. നമ്മളിവിടെ ചക്കരവള്ളി കിഴങ്ങ് എന്നാണ് പറയുക. സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയാറുണ്ട് ഇതിനെ. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഈ ചക്കരവള്ളിക്കിഴങ്ങ് പുഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായി കഴുകുക. അതിന് ശേഷം ഇതാ അതുപോലെ പീസാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ പീസാക്കിയത് അതിലോട്ട് ഇടുക. കുറച്ച് ഉപ്പ് ഇടുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു 5 മിനിറ്റ് നേരം വേവിച്ചാൽ മതി. കുക്കറിലൊന്നും വിസിൽ വിടേണ്ട കാര്യമില്ല, ഉടഞ്ഞു പോവും. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ്. അതും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായത് എന്ന് പറയുമ്പോൾ അതിനൊരു ടേസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് അധ്വാനം നമ്മുടെ അതിലുണ്ടാവുമ്പോൾ അതിന് ടേസ്റ്റും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ ഇതിന് മുക്കി കഴിക്കാനായിട്ട് നമുക്കൊരു ചമ്മന്തി വേണം. ഇതാ കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ റെസിപ്പിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരു കാന്താരി മുളക്, അതുപോലെ തന്നെ കാന്താരി മുളകിൻ്റെ ചമ്മന്തി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാന്താരി മുളക് പഴുത്ത കോവയ്ക്ക കൊണ്ടൊരു ചമ്മന്തി ഞാൻ പറഞ്ഞിരുന്നു. അപ്പം കാന്താരി മുളക് പഴുത്ത കോവയ്ക്ക ചമ്മന്തിയാണിത് അവിടെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാന്താരി മുളക് പഴുത്ത കോവയ്ക്ക ചമ്മന്തിയും കൂട്ടിയിട്ട് ഈ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ ചക്കരവള്ളി കിഴങ്ങ് അങ്ങനെ മുക്കിയിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പറ്റിയ എല്ലാവരും ഒരു ചെടിയൊക്കെ വെച്ചിട്ട് അതൊന്ന് ഇതാക്കാൻ നോക്കൂ. ഇല്ല എന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ടാണെങ്കിൽ ഇപ്പോൾ സീസണാണ്, നമുക്ക് വാങ്ങിയിട്ട് കഴിച്ചാലും നല്ലതാണ്. കുട്ടികൾക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ. കാരണം ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഉള്ളതാണ്. ഫൈബർ കണ്ടൻറ്റ് നല്ലോണം ഉള്ളത് കൊണ്ട് ഇത് ഹെൽത്തിയാണ് കേട്ടോ. വലിയവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാം. ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്കും ഈ ഒരു ഷുഗർ കണ്ടൻറ്റ് വലിയ പ്രശ്നമില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, അടിപൊളിയല്ലേ. നമ്മൾ വീട്ടിലിങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഹാപ്പിനെസ്സും കൂടി ആയിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ.